ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ മലയാറ്റൂർ മലയിലേക്കുള്ള യാത്രയിലാണ്. പണ്ടെങ്ങോ മലയാറ്റൂർ പോയതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്. അങ്കമാലിയോട് അടുത്തെത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് 16 കിലോമീറ്റർ അകലെയാണ് മല സ്ഥിതി ചെയ്യുന്നത്. ആ കാണുന്നതാണ് സെന്റ് തോമസ് ചർച്ച്. അതിനോട് ചേർന്ന് തന്നെ പഴയ പള്ളിയും സ്ഥിതി ചെയ്യുന്നു. ഇവിടെയെല്ലാം വികസനം വന്നെത്തിയിരിക്കുന്നു. കുണ്ടും കുഴിയുമില്ലാത്ത റോഡുകൾ. ഇവിടെ പള്ളിയോട് ചേർന്ന് തീർത്ഥാടകർക്ക് താമസ സൗകര്യവും കാർ പാർക്കിങ്ങും ടോയ്ലറ്റ് സൗകര്യവും ലഭ്യമാണ്. അവിടെ കാർ പാർക്ക് ചെയ്ത് പള്ളി അങ്കണത്തിലേക്ക്. തേക്കിൻ തടികളാണ് പള്ളി നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാം വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഈസ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ചയാണ് ഇവിടുത്തെ തിരുനാൾ. ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്താണ് പെരിയാർ നദി ഒഴുകുന്നത്. അവിടേക്ക് ഞങ്ങൾ നടന്നു. നല്ല വൃത്തിയുള്ള തെളിഞ്ഞ ജലം. ഈ വേനൽക്കാലത്ത് ആർക്കാണെങ്കിലും ഒന്ന് കുളിച്ചാൽ കൊള്ളാമെന്ന് തോന്നും. കുറച്ചു സമയം അവിടെ ചിലവഴിച്ചു. തീർത്ഥാടകർക്ക് കുളിക്കുവാനും വസ്ത്രം മാറുന്നതിനും ഇവിടെ സൗകര്യം ചെയ്തിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് കുരിശുമല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കാർ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. അന്യസംസ്ഥാനത്ത് നിന്നും വന്ന ബസ്സുകളും കാറുകളും കിടക്കുന്നു. വലിയൊരു കാർ പാർക്കിംഗ് ഏരിയയാണിത്. ആദ്യം കണ്ടത് ഈ ചൂരൽ വടികളാണ്. കുത്തിപ്പിടിച്ച് മല കയറുന്നതിനാണ്. ഞങ്ങൾ ഓരോന്ന് വാങ്ങി. 100 രൂപയാണ് ഇതിൻ്റെ വില. പ്രധാന പാതയിലേക്ക് നടന്നു. ഇവിടെയെല്ലാം ടാർ ചെയ്തിരിക്കുകയാണ്. ഇരുവശത്തും നിറയെ സ്റ്റാളുകൾ. കളിപ്പാട്ടങ്ങളും ലഘുഭക്ഷണശാലകളും മെഴുകുതിരിയും കുരിശും അങ്ങനെ എല്ലാം ഇവിടെ ലഭ്യമാണ്. വടിയും കുത്തിപ്പിടിച്ചാണ് ഞങ്ങളുടെ നടത്തം. ധാരാളം ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു കപ്പേളയുണ്ട്. അവിടെ പ്രാർത്ഥിച്ചു വേണം മലകയറ്റം തുടങ്ങുവാൻ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഓഫീസും ചില ആംബുലൻസുകളും കാറുകളും ഇവിടെ കിടക്കുന്നത് കാണാം. ഇവിടെ സൗജന്യമായി കഞ്ഞി വിതരണം നടന്നുവരുന്നു. ഇവിടെയെല്ലാം നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ആ പ്രശസ്തമായ കുരിശുമലയുടെ കവാടം. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മല കയറ്റം എന്നെഴുതിയ ഒരു ബോർഡ് ഇവിടെ കാണാം. ഇവിടെ നിന്നാണ് മലകയറ്റം തുടങ്ങുന്നത്. ഞങ്ങൾ മലകയറ്റം തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ മുൻപിൽ ന്യൂജൻ കുട്ടികളും മലകയറുന്നുണ്ട്. ഒരിക്കൽ ഇവിടെ വന്നാൽ എല്ലാ പ്രാവശ്യവും വരാൻ തോന്നിപ്പിക്കുന്ന സ്ഥലമാണിത്. പെരിയാർ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വപ്രസിദ്ധമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. തോമസ് ലീഹ മലയാറ്റൂരിൽ വന്ന് പ്രാർത്ഥിച്ചുവെന്നും അവിടെ ഒരു പൊൻകുരിശ് പ്രത്യക്ഷപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. കുരിശുമുടിയിലെ അത്ഭുത കിണറും കാൽപ്പാടുകളും പ്രശസ്തമാണ്. ക്രിസ്തുവർഷം 1-ാം നൂറ്റാണ്ടിൽ
തോമാസ്ലിഹ മലയാറ്റൂർ മലയിൽ വന്ന് പ്രാർത്ഥിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. മതം മാറ്റവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികളിൽ നിന്ന് നേരിട്ട പ്രതിസന്ധിയെ തുടർന്ന് അദ്ദേഹം ഈ കൊടുംവനമായ മലയിലേക്ക് വരികയും പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്തു. കല്ലിൽ വരച്ച കുരിശ് പിന്നീട് പൊന്നിൻ കുരിശായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. ഇതാണ് മലയാറ്റൂരിനെ പൊൻകുരിശുമുടി എന്നറിയപ്പെടാൻ കാരണം. 365 ദിവസവും തീർത്ഥാടകർക്ക് മല കയറുവാൻ സാധിക്കുമെങ്കിലും ഈസ്റ്ററിന് ശേഷമുള്ള പുതുഞായറാണ് പ്രധാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. തോമാസ്ലിഹ പ്രാർത്ഥിച്ച പാറ ഇവിടെ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കാൽപ്പാടുകളും മുട്ടുകുത്തിയ അടയാളങ്ങളും കാണാം. ദാഹം ശമിപ്പിക്കാൻ തോമാസ്ലിഹ വടികൊണ്ട് പാറയിൽ തട്ടിയപ്പോൾ ജലമുണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്ന കിണർ ഇവിടെയാണ്. പഴയ കപ്പേളയിൽ ആനകുത്തിയ പാടുകൾ ഇന്നും കാണാം. മലയാറ്റൂർ പള്ളി വത്തിക്കാൻ അംഗീകരിച്ച ഒരു അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ്. കരിങ്കല്ലിൽ തീർത്ത മനോഹരമായ പള്ളിയും പ്രകൃതിരമണീയമായ മലകയറ്റവും മലയാറ്റൂരിൻ്റെ പ്രത്യേകതയാണ്. നിറയെ ഉരുണ്ട കല്ലുകൾ. വഴി തേടിപ്പിടിച്ചു വേണം നടന്നു കയറുവാൻ. ഇടയ്ക്ക് ഇതുപോലെ വലിയ പാറകളും കാണാം. വൈദ്യുതിയും ജലവും ഇതിലെ കടന്നു പോകുന്നുണ്ട്. ഇപ്പോൾ സമയം 8 മണിയോട് അടുത്തിരിക്കുന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. നാളെയാണ് ഓശാന ഞായർ. ഞങ്ങൾ അല്പം വിശ്രമിച്ചു. വിചാരിച്ചതിലും അല്പം ബുദ്ധിമുട്ടാണ് മലകയറ്റം. ധാരാളം ആളുകൾ മല കയറി തുടങ്ങിയിരിക്കുന്നു. സുഖമില്ലാത്തവരും അസുഖം മാറിയവരും വൃദ്ധജനങ്ങളും ഈ കൂട്ടത്തിലുണ്ട്. ഇപ്പോഴും ഒന്നാം സ്ഥലം എത്തിച്ചേർന്നിട്ടില്ല. ബുദ്ധിമുട്ടേറിയ കയറ്റമാണ്. നൂറുകണക്കിന് ആളുകൾ കയറി തേഞ്ഞ പാറക്കൂട്ടങ്ങളാണ് ഇത്. ഇടയ്ക്ക് ദാഹജല പൈപ്പുകൾ കാണാം. സോളാർ ലൈറ്റും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഞങ്ങൾ ഒന്നാം സ്ഥലത്തോട് അടുത്തിരിക്കുന്നു. ഞാൻ വാങ്ങിയ മെഴുതിരി പാക്കറ്റിൽ നിന്നും ഒരെണ്ണം എടുത്ത് അവിടെ കത്തിച്ചു. ഒന്നാം സ്ഥലത്തെ പ്രാർത്ഥനയാണ്. യേശുദേവന്റെ പീഡാനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന 14 സ്ഥലങ്ങളാണ് ഇവിടെയുള്ളത്. മാർച്ച് മാസത്തിലെ നോമ്പ് കാലമാണ് തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ മല കയറുന്നത്. പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഇവിടെ ജനസാഗരമായിരിക്കും. അല്പം വിശ്രമം. ഞങ്ങൾ നടത്തം തുടർന്നു. രണ്ടാം സ്ഥലം എത്തി. ഇവിടെയും ഞാൻ മെഴുകുതിരി കത്തിച്ചു. എല്ലാവരും ഉന്മേഷത്തിലാണ്. ഞങ്ങൾ 5 പേർ ചേർന്ന സംഘമാണ്. സൂര്യകിരണങ്ങൾ ഒഴുകി വരുന്നു. കിളിക്കൊഞ്ചലും ചീവീടുകളുടെ കരച്ചിലും ശുദ്ധമായ വായുവും മരങ്ങളുടെ തണലും ഈ അന്തരീക്ഷം ഞങ്ങളെ മല കയറാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവിടെ വരികയാണെങ്കിൽ പുലർക്കാലത്ത് വന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിക്കണം. എൻ്റെ അഭിപ്രായം അങ്ങനെയാണ്. ഞാൻ 3-ാം സ്ഥലം എത്തിയിരിക്കുന്നു. മരങ്ങളുടെ വേരുകൾ ചുറ്റിപ്പിണഞ്ഞ് പാറക്കൂട്ടങ്ങൾ കിടക്കുന്നു. ഇവിടം അല്പം ദുഷ്കരമാണ്. നാം ചെയ്ത ഓരോ പാപങ്ങളുടെയും പ്രായശ്ചിത്തമാണ് ഇപ്പോൾ ചവിട്ടി കയറുന്ന ഈ പാറകൾ. യേശുദേവനെ കല്ലെറിഞ്ഞതും ക്രൂശിൽ തറച്ചതും പാപികളായ മനുഷ്യരാണ്. അതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് ഈ മലക്കയറ്റം നാം കരുതുന്നത്. 4-ാം സ്ഥലം എത്തിയിരിക്കുന്നു. പൂർണ്ണമായും വനപാതയാണ്. പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഞങ്ങളുടെ നടത്തം.
പല സ്ഥലങ്ങളും ഞങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 8-ാം സ്ഥലം എത്തിയിരിക്കുന്നു. ഇവിടെ മല കയറുന്നതും ഇറങ്ങുന്നതുമായ ആളുകളെ കാണാം. ഞങ്ങൾ 11-ാം സ്ഥലം എത്തിയിരിക്കുന്നു. അന്യസംസ്ഥാനത്തു നിന്നുള്ളവരെ കാണാം. 11-ാം സ്ഥലത്ത് ഞാൻ മെഴുകുതിരി കത്തിച്ചു. അല്പം വിശ്രമത്തിന് ശേഷം വീണ്ടും മലകയറ്റം. ചെറിയ കുട്ടികൾ മാതാപിതാക്കളുടെ കൈപിടിച്ച് മല കയറുന്നത് കാണാം. ഇതൊരു അനുഭവമാണ്. കുട്ടിയായിരിക്കുമ്പോൾ വന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ഇതാണ് 12-ാം സ്ഥലം. കുറച്ച് നടന്നപ്പോൾ സിമന്റ് കൊണ്ടുള്ള പടികൾ കാണാം. വന്യമൃഗങ്ങൾ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് ഫെൻസിംഗ് സ്ഥാപിച്ച് സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഞങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് നടന്നു കയറുകയാണ്. കുട്ടികളും മുതിർന്നവരും കന്യാസ്ത്രീകളും അന്യദേശക്കാരും അങ്ങനെ ഒരുപാട് ജനങ്ങൾ ഈ മല കയറുവാൻ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു തമിഴ് ഫാമിലി ഭക്തിനിർഭരമായ പ്രാർത്ഥനയിലാണ്. சிறுவயதில் தனது மார்பிலும் தோல்வியும் போட்டு வளர்த்த தன் மகன் தன்னை விட்டு பிரிந்ததை எண்ணி வேதனைப்படுகிறார் அந்த தாய். பாவம்
பாவம் போக்க வந்த பரமனின் மரணத்திற்கு பிறகு அவர் ஆறுதல் சொல்ல யாரும் இல்லை என்று வருந்துகிறார். அவர் உள்ளத்தையும் சிந்திப்போம். அன்பையும் அமைதி காத்து இறைவனின் மீட்பு திட்டத்தில் மரியா മുഖ്യ പങ്കാളി. അവരുടെ പ്രാർത്ഥനയിൽ അല്പം പങ്കുചേർന്ന് ഞാൻ നടത്തം തുടങ്ങി. ഈ പാത യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ വിശുദ്ധ തോമാസ്ലീഹായുടെ പാദ സ്പർശമേറ്റ് അനുഗ്രഹീതമാണെന്ന് ഓർക്കുക. ഇതാണ് സമാപന സ്ഥലം, 14-ാം സ്ഥലം. രാജസ്ഥാനിൽ നിന്നും വന്ന ഒരു സംഘം ആളുകൾ അവരുടെ ഭാഷയിൽ പ്രാർത്ഥന അർപ്പിക്കുന്നത് കാണാം. पवित्र मरिया मदसाठी विनंती कर. आमेन. आमचा स्वर्गीय बाप तुझे राज्य. 14-ാം സ്ഥലത്തെ എൻ്റെ അവസാന മെഴുകുതിരി ഇവിടെ സമർപ്പിച്ചു. ഒഴിഞ്ഞ കവർ വേസ്റ്റ് ബോക്സിലിട്ടു. ആ കുരിശിലൊന്ന് തൊട്ട് പ്രാർത്ഥിച്ചു. പൂർവികർ പകർന്നു തന്ന വിശ്വാസവും കഥകളും പുതിയ തലമുറയിലേക്ക് നമ്മൾ പകർന്നു നൽകുന്നു. അതാണ് യാഥാർത്ഥ്യം. കോൺക്രീറ്റ് പടികൾ കയറി ഞാൻ പൊന്മുടിയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഇതാണ് കാഴ്ച. കുറച്ച് സ്റ്റാളുകൾ കാണാം. പള്ളിക്കെട്ടിടം. പഴയ കോളാമ്പിയിലൂടെ കുർബാന ഒഴുകി വരുന്നു. ആളുകൾ വിശ്രമിക്കുന്നു. മലകയറ്റത്തിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന കുരിശുകൾ കാണാം. മുകളിൽ നിന്ന് മരങ്ങൾ മഞ്ഞിൻ തുള്ളി പൊഴിക്കുന്നുണ്ട്. ഞാൻ പണ്ട് തോമാസ്ലീഹ നടന്ന വഴിയിലൂടെയാണ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത്. മലയാളക്കരയിൽ ഈശോ മിശിഹായുടെ തിരുനാമം നിലനാട്ടിയ മഹിതാത്മാ വിശുദ്ധ തോമാസ്. ഇതാണ് ആ വിശുദ്ധനായ തോമാസ്ലീഹ. മലയാളക്കരയിൽ ഈശോ മിശിഹായുടെ തിരുനാമം നിലനാട്ടിയ മഹിതാത്മാ വിശുദ്ധ തോമാസ് ലീഹ പരിശുദ്ധ. കുരുമുളകും അരിയുമാണ് ഇവിടുത്തെ നേർച്ച. സന്നിധിയും പള്ളിയും ക്യാൻറ്റീനും കാണാം. ഇവിടെ ചില വാനർക്കൂട്ടങ്ങളുമുണ്ട്. ഞങ്ങൾ ഓരോ കാപ്പിയും വെണ്ണും വാങ്ങിക്കഴിച്ചു. അല്പം വിശ്രമിച്ചു. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു. നാളെ ഓശാന ഞായറാണ്. ഇവിടുത്തെ ബലിവേദിയും കുർബാനയും ഇതാണ്. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മുടെ പിതാവായ മാർത്തോമാസ്ലീഹായുടെ ഓർമ്മയോടുകൂടി ജീവരിച്ചമാരുടെയും മകനങ്ങളുടെ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകും. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇവിടെയുമുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ പല സ്ഥലങ്ങളും നമുക്ക് കാണാം. ചുറ്റും മലകളാണ്. വേനലിൽ കരിഞ്ഞുപോയ മരങ്ങളും പുല്ലുകളും കാണാം. ഭക്തർ കൊണ്ടുവന്ന് തൂക്കിയിട്ടിരിക്കുന്ന കൊന്തയും ഷാളുകളും.
ആന കുത്തിയ പള്ളിയിലെ ചുമർ ഇതാണ്. ഇതിപ്പോഴും ചില്ലിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ആരാധനക്രമങ്ങൾ എല്ലാം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. വറ്റാത്ത കിണർ ഇതാണ്. ഇവിടെയെല്ലാം പ്രകൃതിയോട് ഇണങ്ങിയാണ് എല്ലാ നിർമ്മിതിയും. ഞങ്ങൾ പള്ളിയുടെ അകത്തു കയറി പ്രാർത്ഥിച്ചു. ഇതാണ് പൊന്നിൻ കുരിശ്. പഴയകാല ഓർമ്മകളും ചരിത്രത്തിൻ്റെ ഭാഗവും ഇവിടെ ഒന്നാണ്. തോമാസ് ലീഹ വന്നതിൻ്റെ കാൽപ്പാടുകൾ സംരക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. പഴമക്കാർ പറഞ്ഞു കേട്ട കഥകൾ മനസ്സിലേക്ക് ഓടി വന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ കൊച്ചു കേരളത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഓർമ്മകൾ ഒരു സത്യമായി തോന്നിപ്പിക്കുന്ന നിമിഷം. ആ ശിഷ്യനെ പ്രണമിച്ച് ഞങ്ങൾ താഴേക്കുള്ള യാത്ര ആരംഭിച്ചു, ഇനിയും വരുമെന്ന വിശ്വാസത്തോടെ.